മണിപ്പൂരിലെ പ്രതിസന്ധിയിൽ നിർണായക നീക്കവുമായി കേന്ദ്രം. MLA-മാരോട് ഡൽഹിയിലെത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. 12-ന് ഡൽഹിയിലെത്താനാണ് നിർദ്ദേശം. BJP സംസ്ഥാന അധ്യക്ഷ ശാരദാ ദേവിയോടും നാളെ ഡൽഹിയിലെത്താൻ നിർദ്ദേശമുണ്ട്. ശരത്ത്, മണിപ്പൂർ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ അന്തരീക്ഷത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. കേന്ദ്രത്തിന്റെ നിർണായക നീക്കം അതുതന്നെയാണ്. മണിപ്പൂർ MLA-മാരുടെ നാളെ മറ്റന്നാൾ 12-ാം തീയതി ഡൽഹിയിൽ എത്താനാണ് ആവശ്യപ്പെട്ടത്. മണിപ്പൂർ BJP MLA-മാരുടെ അമിത്ഷാ നേരിട്ട് കാണാൻ വേണ്ടിയാണ്. മണിപ്പൂരിൽ BJP മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, നിങ്ങൾ നിലവിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഐക്യകണ്ഠേന നിങ്ങൾ ഒരാളെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ തയ്യാറാണ്, അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമെന്നുള്ള കർക്കശ നിർദ്ദേശമാണ് മണിപ്പൂർ MLA-മാർക്ക് BJP MLA-മാർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP MLA-മാരുടെ 12-ാം തീയതി 11 മണിക്ക് നിർബന്ധമായും ഡൽഹിയിൽ എത്തിയിരിക്കണം എന്നൊരു നിർദ്ദേശമാണ് BJP അമിത്ഷായെ കാണണം എന്ന നിർദ്ദേശമാണ് BJP അഖിലേന്ത്യാ അധ്യക്ഷനും നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷയോട് നാളെ തന്നെ ഡൽഹിയിൽ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് BJP കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഈ കാര്യത്തിൽ രാഷ്ട്രപതി ഭരണം വേണമോ അതോ നിങ്ങൾക്ക് ഒരു ഐക്യത്തോടുകൂടി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് BJP നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇത് വളരെ നിർണായകമായൊരു നീക്കമാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് മണിപ്പൂർ ഗവർണർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് മണിപ്പൂർ MLA-മാരുടെ ഡൽഹിയിലെത്താൻ വേണ്ടി BJP കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടത്. അത് അമിത്ഷായുമായിട്ടാണ് നേരിട്ടുള്ള കൂടിക്കാഴ്ച നടത്തേണ്ടതെന്നും BJP നേതൃത്വം മണിപ്പൂർ MLA-മാരെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നാളെയോട് കൂടിയിട്ട് മണിപ്പൂരിലെ BJP അധ്യക്ഷ ശാരദാ ദേവി നാളെയോടുകൂടി ഡൽഹിയിലെത്തും. ആദ്യമായിട്ട് അവരായിരിക്കും കൂടിക്കാഴ്ച നടത്തുക അമിത്ഷായായിട്ട്. അതിനുശേഷം MLA-മാരുടെ കൂടിക്കാഴ്ച ഉണ്ടായിരിക്കും. ശരി ശരത്ത്, മണിപ്പൂരിൽ നിർണായക നീക്കങ്ങൾ നടത്തുന്നു BJP. മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ ചൂടുപിടിക്കവെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലും നിർണായക നീക്കവും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ശരത്ലാൽ.